അസ്സലാമലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. നമ്മുടെ ദുനിയാവിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായ മരണങ്ങളാണ് ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ഇരിക്കൂർ വിവാഹിതയായ ഒരു സ്ത്രീ മർജാന, ഇവരുടെ ഭർത്താവാണ് അഫ്നാസ്. ഏറെ സന്തോഷത്തിൽ ജീവിക്കുന്ന കുടുംബമായിരുന്നു. ഭർത്താവ് അഫ്നാസ് വിദേശത്താണ്. ഭർത്താവിനെയും കാത്തു നിൽക്കുന്ന നല്ലൊരു ഭാര്യയാണ് മർജാന. പിന്നെ എന്തിനു ഈ കുട്ടി ഇത് ചെയ്തു എന്നാണ് ചോദ്യം വരുന്നത്. ഭർത്താവ് നാട്ടിലെത്തിയപ്പോൾ കാണുന്നത് ഭാര്യ മർജാന മരിച്ചു കിടക്കുന്നതാണ്. ആത്മഹത്യ എന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഈ ഒരു കുടുംബത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ആരൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. കണ്ണൂർ ഇരിക്കൂർ തട്ടുപറമ്പ് സ്വദേശിനിയാണ് മർജാന. സ്വന്തം വീട്ടിനുള്ളിലെ കിടപ്പ് മുറിയിൽ മരിച്ച നിലയിലാണ് മർജാനയെ കാണപ്പെടുന്നത്. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഉണ്ടെന്നാണ് കുടുംബം പറയുന്നത്. മർജാന അങ്ങനെ ചെയ്യേണ്ട ഒരു പ്രശ്നവും ആ കുടുംബത്തിൽ നടന്നിട്ടില്ല. അവളുടെ കുടുംബത്തിലും അവൻ്റെ കുടുംബത്തിലും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. മർജാനയും ഭർത്താവ് അഫ്നാസും നല്ല രീതിയിലായിരുന്നു ജീവിച്ചു പോയിരുന്നത്. മർജാന മരണപ്പെടുന്നത് കഴിഞ്ഞ മെയ് 5-നാണ്. രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മർജിന. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് മുറിയിലേക്ക് പോവുകയായിരുന്നു. അന്നേരം മർജാനയ്ക്ക് യാതൊരു പ്രശ്നമുണ്ടായതായി തോന്നിയിട്ടില്ല. ഒരു ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അവളുടെ മുഖത്ത് അത് കണ്ടിട്ടുമില്ല. ഇതൊക്കെ പറയുന്നത് കണ്ടു നിന്ന ബന്ധുക്കളാണ്. ഫോണുമായി മുറിയിലേക്ക് പോയ മർജാനയെ ഏറെ നേരമായിട്ടും പുറത്തേക്ക് കാണാനില്ല. അങ്ങനെ പുറത്തേക്ക് കാണാതിരുന്നതിനെ തുടർന്ന് വാതിൽ തള്ളി തുറക്കുമ്പോഴാണ് നിലത്ത് വീണ് കിടക്കുന്ന മർജാനയെ ആളുകൾ കാണുന്നത്. ഈ മരണവിവരം അറിഞ്ഞതും പാവം വിദേശത്തുണ്ടായിരുന്ന ഭർത്താവ് അഫ്നാസ് ഉടനെ നാട്ടിലെത്തുകയും ചെയ്തു. നാട്ടിലെത്തിയപ്പോൾ കാണുന്നത് ഇതാണ് അവസ്ഥ. ഭർത്താവിനെയും കാത്തു നിന്ന ആ ഒരു ഭാര്യ ഭർത്താവ് വരുമ്പോഴേക്കും മരിച്ച നിലയിൽ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മരണത്തിന് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് നടന്നിട്ടുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. ഈ മരണത്തിന് തൊട്ടു മുമ്പ് വന്ന ഫോൺ കോൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്നാണ് കുടുംബം പറയുന്നത്. അവിടെയാണ് എന്തോ സംഭവിച്ചിരിക്കുന്നത്. ആ കുട്ടിയെ എന്തോ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കൂർ സ്വദേശിയായ ഒരാൾ ഈ മർജാനയെ നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നു എന്ന് കുടുംബം പറയുന്നുണ്ട്. ഈ മരണം നടന്ന ദിവസം തന്നെ ഇയാൾ 158 തവണ വിളിച്ചിരുന്നു അത്രേ. അതുമാത്രമല്ല, 1.5 മാസത്തിനിടെ 965 തവണ മർജാനയെ വിളിച്ചിട്ടുണ്ടെന്ന് കുടുംബം പറയുന്നു. അതിന് തെളിവുമുണ്ട്. പിന്നെ പലതരത്തിലുള്ള ഭീഷണിയും ഉണ്ടായിട്ടുണ്ടത്രേ. ഭർത്താവുമായി സംസാരിച്ച സ്ക്രീൻഷോട്ടുകൾ ഇവളെ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തതായും പറയുന്നുണ്ട്. ഭർത്താവുമായി സംസാരിച്ച രഹസ്യ സംഭാഷണങ്ങൾ ഇവരുടെ പക്കലുണ്ടെന്നും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നൊക്കെയാണ് ആരോപണങ്ങളുള്ളത്. നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. ഇത് സത്യസന്ധമായി അന്വേഷിച്ച് ഈ ഒരു കുടുംബത്തിൻ്റെ മാനം കാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കുടുംബം നിസ്സഹായതരാണ്. അവർ തന്നെ മുന്നോട്ട് വരികയാണ്. നിയമമാണ് ബാക്കൗട്ടടിച്ചു പോകുന്നത്. നിയമം ശക്തമായി അന്വേഷിക്കുന്നില്ല എന്നാണ് അവരുടെ പരാതി. നിലവിൽ ഈ ഒരു മരണം അസ്വാഭാവികമാണെന്ന് കേസെടുത്തു. മർജാനയുടെ മൊബൈൽ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട്. പരിശോധന ഫലം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും നടപടികൾ വൈകുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ജീവിക്കുന്ന ഗൾഫുകാരുടെ ഭാര്യമാരെ നോട്ടമിട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ഒരു കെണിയിലായിരിക്കും ചിലപ്പോൾ പാവം സ്ത്രീ പെട്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ജീവിച്ച് അവസാനം മരിക്കുന്ന നേരത്ത് ഇങ്ങനെ ഒരു പേര് കേട്ട് മരിക്കേണ്ട ഒരവസ്ഥ. ഈ കുട്ടിക്ക് തീർച്ചയായും നീതി ലഭിക്കുക തന്നെ വേണം. എന്തോ പേടിച്ചിട്ടാണ് ഇതുപോലെ ചെയ്തതെന്ന് കുടുംബവും ഇവരുടെ മക്കളും പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവർക്കും എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബേ എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. പടച്ച റബ്ബേ അർഹമുറാഹിമായ അല്ലാഹ്, മർജാന എന്ന ആ ഒരു സ്ത്രീ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ മഹ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഇതുപോലുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ ഉമ്മത്തിങ്ങളെ എല്ലാ മുസീബത്തിൽ നിന്നും നീ കാക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. മതിലിടിഞ്ഞ് വീണും കുളത്തിൽ വീണും പുഴയിൽ വീണും നമ്മുടെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. മക്കൾ മരണപ്പെട്ട എല്ലാ മാതാപിതാക്കൾക്കും നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ.
പടച്ച റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, അപകടത്തിലും അബദ്ധത്തിലും വന്ന് പെടാം റബ്ബേ. നീ തന്നെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ മഴക്കാലമാണ് റബ്ബേ, അപകട മരണത്തിൽ നിന്നും ഞങ്ങളെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കളിൽ മേൽ ഒരു സംരക്ഷണം ഉണ്ടാകണേ റബ്ബേ. പടച്ച റബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.